ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം ആറ്റ്ലസ് ജ്വല്ലറി. ഈ മുഖവും സൗണ്ടും ഓർമ്മയില്ലേ? ആറ്റ്ലസ് ഗ്രൂപ്പിന്റെ ഫൗണ്ടർ ആറ്റ്ലസ് രാമചന്ദ്രൻ. ദിസ് ഇസ് ഡേ 4 ഓഫ് 100 ഡേയ്സ് 100 പേഴ്സണൽ ബ്രാൻഡ്സ് ചാലഞ്ച്. ഒരു ക്ലാർക്കായിട്ടാണ് സർ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് കുവൈറ്റിൽ ഒരു ബാങ്കിംഗ് ജോലിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഈ ജ്വല്ലറി ഷോപ്സിന്റെ ഫ്രണ്ടിൽ വലിയൊരു ക്യൂ ആണെന്ന് കാണുന്നത്. അവിടെ വെച്ച് ഈ സ്വർണ്ണ വ്യാപാരത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ചെറിയൊരു ജ്വല്ലറി ഷോപ്പ് തുടങ്ങുകയാണ് ചെയ്തത്. അതും വെറും 2 കിലോ സ്വർണം വെച്ച്. ആ സമയത്ത് ഈ ഗോൾഡ് ഇൻഡസ്ട്രിയിൽ ഒരു റെവല്യൂഷൻ തന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റി. ഗോൾഡ് എന്ന് പറയുന്ന സാധനം അഡ്വർടൈസ്മെന്റോ മാർക്കറ്റിംഗോ ഒന്നും ചെയ്യണ്ട എന്നായിരുന്നു മിക്ക ആൾക്കാരുടെയും ഒരു ധാരണ. കാരണം അഡ്വർടൈസ് ചെയ്താലും ഇല്ലേലും ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് ആൾക്കാർ അത് മേടിക്കും. പക്ഷേ ആറ്റ്ലസ് അതിന് ഓപ്പോസിറ്റായിട്ടാണ് ചിന്തിച്ചത്. വേൾഡ് ഗോൾഡ് കൗൺസിൽ ഗോൾഡ് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ കൂടെ നിന്ന ഒരേയൊരു വ്യക്തി ആറ്റ്ലസ് രാമചന്ദ്രനാണ്. പേഴ്സണൽ ബ്രാൻഡിംഗ് എന്നുള്ള കോൺസെപ്റ്റ് വരുന്നതിന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ സ്വന്തം നെയിം ആൻഡ് ഫേസിൽ അഡ്വർടൈസ് ചെയ്ത ഒരാളാണ് ആറ്റ്ലസ്. അതിൽ നിന്നാണ് ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന ഐക്കോണിക് ടാഗ്ലൈൻ ഉണ്ടാകുന്നത്. അതിൽ നിന്ന് ബിൽഡ് ചെയ്ത ഒരു ട്രസ്റ്റ് ഉണ്ട്. ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് പോലും അദ്ദേഹത്തെപ്പറ്റി അറിയാം. എത്രയോ ലോസ് ഉണ്ടായി. കുവൈറ്റിലെ യുദ്ധം വന്നു. പിന്നീട് അദ്ദേഹത്തെ കുറേ പേർ ചതിച്ചു, ജയിലിലായി. കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം മരണപ്പെട്ടു. ബട്ട് ഹിസ് ലെഗസി ആൻഡ് ദ ബ്രാൻഡ് നെയിം ഹി ബിൽറ്റ് വിൽ ഡെഫിനറ്റ്ലി ലിവ് ഓൺ.